ശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ നൂറിൻ്റെ ഉദാഹരണം പറഞ്ഞ ആയത്തുന്നൂർ, സൂറത്തുന്നൂറിലെ 35-ാമത്തെ ആയത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു വെച്ച വരികളാണ്, ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഒന്നുകൂടെ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അല്ലാഹുവിൻ്റെ ഉദാഹരണം വിളക്കുമാടങ്ങളിൽ കത്തിച്ചു വെച്ച ഒരു മിസ്ബാഹ് പോലെയാണ് എന്ന് പറഞ്ഞു. അൽ മിസ്ബാഹു ഫീ സുജാജ. എന്നിട്ട് ആ വിളക്കിൻ്റെ പ്രകാശത്തെ അല്ലാഹു വിശദീകരിച്ച ആയത്താണ് ആയത്തുന്നൂർ. ആ വിളക്ക് എവിടെയാ വെച്ചത്? ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അല്ലാഹുവിൻ്റെ മസ്ജിദുകളിൽ കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെയാണ് അല്ലാഹുവിൻ്റെ നൂറിൻ്റെ ഉദാഹരണം. അള്ളാഹിൻ്റെ മസ്ജിദിലുള്ള ഒരു നൂറ്, അള്ളാഹിൻ്റെ മസ്ജിദിലെ ഒരു നൂറ്. മദീന പള്ളിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നൊരു റമദാൻ വന്നപ്പോൾ മദീന പള്ളിക്ക് ചുറ്റും ചില ഖനാദീലുകൾ, കൊച്ചു കൊച്ചു വിളക്കുകൾ തൂക്കി വെച്ച് മദീന പള്ളി അലങ്കരിച്ചു കൊടുത്തപ്പോഴാണ് അലിയാരെ, അല്ലാഹു നിങ്ങളുടെ ഖബറും നിങ്ങളുടെ പരലോകവും നവ്വറല്ലാഹു ഖൽബക്, നിങ്ങളുടെ ഹൃദയവും അല്ലാഹു ഈ പ്രകാശം നിങ്ങൾ മസ്ജിദിന് വേണ്ടി കൊടുത്ത പോലെ നിങ്ങളുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് പുണ്യനബി അലി തങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. മസ്ജിദിലെ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പ തുടങ്ങി വെച്ച് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പൂർത്തിയാക്കിയ അൽ ഹൈക്കലു സുലൈമാനി എന്ന ചരിത്രം പറയുന്ന അൽ മസ്ജിദുൽ അഖ്സയാണ്. അൽ മസ്ജിദുൽ അഖ്സ ജെറൂസലേമിലെ ബൈത്തുൽ മഖ്ദസ്, ഖുദ്സിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസിൻ്റെ മഹത്വങ്ങൾ നിബിധങ്ങൾ പറയുകയും അവിടെ വെച്ച് ആരെങ്കിലും ഇഹ്റാം ചെയ്ത് അവിടെ നിന്ന് ഉംറക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഉംറ നിർവഹിച്ചു പോയാൽ അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ പ്രതിഫലം സ്വർഗമാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എനിക്കങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഒരുപാട് ദൂരെയാണത്. മിനിമം ഒരു 700-800 കിലോമീറ്റർ ദൂരം വരും. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്ത് ചെയ്യണം? എനിക്കങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞത്, മൈമൂന ബീവി, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ കത്തിച്ചു വെക്കുന്ന വിളക്കിന് വേണ്ട എണ്ണയെങ്കിലും നിങ്ങൾ അതിലേക്ക് ഹദിയ ചെയ്യണം. മസ്ജിദുൽ അഖ്സയിലെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നിങ്ങൾ കൊടുത്തയച്ചാൽ ഖാന കമൻ സ്വല്ലാ ഫീഹാ, അവിടെ നിസ്കരിച്ചതിൻ്റെ കൂലി അല്ലാഹു നൽകുമെന്ന് ബീവിയോട് പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ ഒരു ബൾബ് ശരിയാക്കി കൊടുക്കുക, പള്ളിയുടെ ഒരു ലൈറ്റ്, പള്ളിയിലുള്ള സൗകര്യം, അവിടുത്തെ വൃത്തി, ഇതൊക്കെ ഭയങ്കരമാണ്, ചെറുതല്ല. ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു, അല്ലാഹുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്ന ഭവനമാണിത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാറ്റിനേക്കാളും എല്ലാ വിഷയങ്ങളെക്കാളും വലിയ വിഷയം അല്ലാഹുവേ നിന്റെ വിഷയമാണെന്ന് ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് മുഅദ്ദിനുമാർ. പള്ളിമുനാരങ്ങളിലൂടെ ഇത് വിളിച്ചു പറയുന്ന നേരം ഈ ഉമ്മത്തിന്റെ ശബ്ദമാണ് പള്ളികളിലൂടെ മുഴങ്ങുന്നത്.